നമുക്ക് ഒരു കോൾ വന്നതാണ്, കട്ടായി പോയത്, ക്ഷമിക്കണം. നമ്മൾ ഫ്ലൈറ്റ് മോഡിലാണ് ഇട്ടെങ്കിലും ഒരു കോൾ വന്നതാണ്. അതോടുകൂടി എൻ്റെ കുറിയെല്ലാം മാഞ്ഞുപോയി. എല്ലാവരും തിരിച്ചു വരുമെന്ന് വിചാരിക്കുന്നു. ടൈം ഉണ്ട് എന്ന് ഒരു അറിവും കൂടി നമുക്ക് കിട്ടിയിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. ടൈമും കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കുറച്ചുകൂടി സമയം മുന്നോട്ട് പോകാമെന്ന് കരുതുന്നു. പക്ഷെ ഇത് കട്ടായി പോയപ്പോൾ കുറേയധികം ആളുകൾ പിന്നോട്ട് പോയോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും വളരെ സന്തോഷമുണ്ട് കുറച്ചുകൂടി സമയം നമുക്ക് അനുവദിച്ചു തന്നതിൽ. കാരണം ഒരുപാട് കാര്യങ്ങളൂടി പറയണം എന്നും കൂടിയൊക്കെ ഒരു ആഗ്രഹമുണ്ട്. ചോദിച്ചത് ഒരുപാടുണ്ട്. ചെറുപ്പുളശ്ശേരി അനന്തപത്മനാഭൻ, അതേപോലെ കുന്നത്തൂർ രാമു, എൻ്റെ മനസ്സിലുള്ള ഓർമ്മകൾ പറയുകയാണ്. കുന്നത്തൂർ രാമു, പിന്നെ തോട്ടേക്കാട്ട് കണ്ണൻ നമ്മൾ പറഞ്ഞു. അരവിന്ദരാജ് ഉണ്ട് ചേട്ടാ എന്ന് പറയുന്നു. രാമൻ ആനയടി പറയണമെന്ന് പറയുകയാണ്. തീർച്ചയായിട്ടും രാമൻ ആനയടി പറയാം. ആവശ്യപ്പെടുന്നത് അറിയാവുന്നതാണെങ്കിൽ പറയുന്നതിൽ എനിക്ക് ഒരു മടിയുമില്ല. അറിയില്ല എങ്കിൽ എനിക്ക് പറയാൻ അതിനും ഒരു മടിയുമില്ല. കാരണം ഇത് അക്ഷരങ്ങൾ എനിക്ക് മുന്നിലേക്ക് എത്തിച്ചു തരുന്നത് എല്ലാവർക്കും അറിയാം. എപ്പോഴും പറയുന്നതാണ്. അക്ഷരലോകത്തെ ആനക്കമ്പക്കാരനായ അഖിൽ ഷാജി 50-ലാണ്. അഖിൽ ഷാജി ഇന്ന് അല്പം തിരക്കിലായിരുന്നു, പക്ഷേ ഇടയ്ക്ക് വെച്ച് നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം എനിക്ക് സുപരിചിതമല്ല എന്ന് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യം അദ്ദേഹം ഓൺ എയറിൽ ഇരുന്നു കൊണ്ട് അത് എനിക്ക് അയച്ചു തരുന്നുണ്ട്. പക്ഷെ ചില കമന്റുകൾ അദ്ദേഹവും കാണാതെ പോകുന്നുണ്ട് ഇത് ടൈപ്പ് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ടാണ് ചിലത് എനിക്ക് അറിയാൻ പാടില്ലാത്ത ഭാഗം എനിക്ക് പറയാൻ പറ്റാതെ വരുന്നത്. മനഃപൂർവ്വമല്ല, കൂടെ നിൽക്കണം. ഈ ഒരു ആവേശവും ഈ ഒരു ഊർജവുമാണ് നമ്മുടെ ഒരു സന്തോഷം. തീർച്ചയായിട്ടും ഈ ഒരു എനർജി ലെവൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമുക്ക് ആനപ്രേമികളുടെ ഒരുപാട് കമന്റ്സുകൾ വാട്സാപ്പിൽ വരുന്നു. കട്ടായി കഴിഞ്ഞതിന് ശേഷം പൊളിച്ചു തകർത്തു എന്നൊക്കെ പറഞ്ഞ് കമന്റ്സുകൾ വരുന്നുണ്ട്. നിർത്തിപ്പോയതാണ്, ഇല്ലെങ്കിൽ അവിടെ നിർത്തിയതാണ്. ഗംഗാധരൻ നായർ, ഐ ആം ഹിയർ. വളരെ സന്തോഷം ചേട്ടാ, സമയമുണ്ട് ചേട്ടാ, പറഞ്ഞോളൂ എന്ന് അഭിജിത്ത് പറയുന്നു. വളരെ സന്തോഷം, നമുക്ക് പറയാം. അതേപോലെ രാമൻ ആനേടി പറയണമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും രാമൻ ആനേടി പറയാം. അതിനു മുൻപ് കുന്നത്തൂർ രാമുവിനെ കുറിച്ച് ചോദിച്ചിരുന്നു. കുന്നത്തൂർ രാമുവിനെ കുറിച്ച് പറയാം. അതേപോലെ കിരൺ നാരായണൻകുട്ടി ഞാൻ പറഞ്ഞു, ഭാരത് വിനോദ് പറഞ്ഞു. പിന്നെ നമ്മുടെ കൊടുമുടിയെ കുറിച്ച് പറയാനുണ്ട്. തീർച്ചയായും കൊടുമുടിയെ കുറിച്ചും പറയാം. കോന്നി സുരേന്ദ്രനെ കുറിച്ച് നമ്മൾ അധികം പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ ഈ ഒരു ലൈവ് തുടങ്ങിയതോടുകൂടി ചെറിയ ഒരു ഡെഫിനിഷൻ ഇതുണ്ടാക്കിയിട്ട് നമ്മൾ കുറേയധികം ലൈവിൽ പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും ഇന്നും മംഗലാംകുന്ന് അയ്യപ്പനെ കുറിച്ച് പറഞ്ഞില്ല. അതേപോലെ മംഗലാംകുന്ന് ശരണയ്യപ്പനെ കുറിച്ച് പറഞ്ഞില്ല. ഒരുപാട് ഇനിയും പറയുവാനുണ്ട്. നമുക്ക് മുന്നിൽ സമയവും തന്നിട്ടുണ്ട്. പക്ഷെ ആളുകൾ പകുതിയിലേറെ ഇത് കട്ടായി നിർത്തിപ്പോയി എന്ന് കരുതി മടങ്ങിയിട്ടുണ്ട്. അവര് തിരിച്ചു വരും എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും കുന്നത്തൂരമ്മയുടെ പൊന്നോമന പുത്രൻ അങ്ങനെ തന്നെ ആവട്ടെ. കുന്നത്തൂർ വാഴും പൊന്നു തമ്പുരാട്ടി തങ്ക തിരുമനസിൽ താലോലിക്കുന്ന മാനസപുത്രൻ, 1000 സൂര്യന്റെ പ്രഭയുമായി വാഴുന്ന അഴകിന്റെ ആനസ്വരൂപം, ആരും മയങ്ങും അഴകും ആരെയും മയക്കും മികവും ഒത്തുചേർന്നവൻ, എതിർത്ത പലതിനെയും തകർത്ത് ജയിച്ചു വന്നവൻ കടന്നു വരുന്നു ആനയടി തമ്പുരാന്റെ മണ്ണിലേക്ക്. ഹിംസയ്ക്ക് രക്ഷകനായ നരസിംഹമൂർത്തിയുടെ വയലിലേക്ക്. ആനയഴകിന്റെ മഴവിൽ കാവടിയിൽ ആവേശത്തിന്റെ ഊഞ്ഞാൽ പടിയിലേറി അഴകിന്റെ വെള്ളി മേഘങ്ങളെ ചുംബിക്കുന്ന മാതംഗ സൂര്യൻ, കൈമൈ വിരുതുകൾ വിളക്കിച്ചേർത്ത് വിശ്വം കീഴടക്കാൻ ഇറങ്ങിയ വില്ലാളി വീരൻ കടന്നു വരുന്നു. കുന്നത്തൂർ വാഴും പൊന്നു തമ്പുരാട്ടിയുടെ പൊന്നോമന പുത്രൻ കുന്നത്തൂർ രാമു. മനോജേട്ടന്റെ പടം പോലെ തോന്നുന്നു, കണ്ടു നിൽക്കുകയാണ് എന്ന് തോന്നുകയാണ്. ഒന്നുമില്ലാത്ത കേശവന് നമ്മുടെ മനോജേട്ടൻ വന്നിട്ടുണ്ട്, കുന്നന്താനം മനോജേട്ടൻ വന്നിട്ടുണ്ട് എന്നാണ് എന്റെ ഒരു ഊഹം. എനിക്ക് കണ്ണുപിടിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു പടമാണ് ഞാൻ കാണുന്നത്. കുന്നന്താനത്തിന്റെ അഭിമാന ഭാജകം, ഒന്നുമില്ലാത്ത എന്താ പറയാ, കേശവനെ എല്ലാമാക്കി അടവുകളും ചിട്ടകളും എല്ലാം പഠിപ്പിച്ച് എങ്ങനെ നിൽക്കണം, ഒരു ചിട്ടയായ അതേപോലെ വൈക്കം, അതേപോലെ തൃപ്പൂണിത്തുറ, അതേപോലെ ഇത്തിത്തറ, അങ്ങനെ ചിട്ടയായ സ്ഥലങ്ങളിൽ എഴുന്നള്ളിപ്പ് തിടമ്പേറ്റി നിൽക്കേണ്ടത് എങ്ങനെയാണ്, അതേപോലെ വാശി കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ എങ്ങനെയാണ് തലപിടിച്ച് നിൽക്കേണ്ടത് എന്നെല്ലാം ആവശ്യത്തിന് ചിട്ടയും ചിട്ടവട്ടങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്ന കുന്നന്താനം മനോജേട്ടൻ വന്നിട്ടുണ്ട്. വളരെ നല്ലൊരു നമസ്കാരം കുന്നന്താനം മനോജേട്ടന് പറയുകയാണ്.
ഹായ് ചേട്ടാ മനോജ് പുതുപ്പള്ളി, തീർച്ചയായിട്ടും ഇപ്പം മെസ്സേജ് കണ്ടു. അപ്പം എന്റെ ആ പടം ദൂരെ നോക്കിയതിൽ തെറ്റില്ല എന്ന് വിചാരിക്കുന്നു. എറണാകുളം ശിവകുമാർ പറയണമേ എന്ന് അരുൺ പാർത്തൻ പറയുന്നുണ്ട്. അതിനു മുൻപ് നമുക്ക് തീർച്ചയായിട്ടും പറയാം. മംഗലാംകുന്ന ശരൺ അയ്യപ്പനെ കുറിച്ച് പറയണമെന്ന് കുറെ നേരം മുൻപ് കുറെ അധികം ആളുകൾ, അവരൊക്കെ ഇപ്പോ ലൈവിലുണ്ടോ എന്ന് സംശയമാണ്. ലൈവ് ഒരു കോള് വന്നപ്പോൾ കട്ടായതാണ്. അപ്പോൾ എല്ലാം കട്ടായി പോയി. കാരണം അതിനു മുൻപ് നന്ദിയും സ്നേഹവും എല്ലാം പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള സമയത്ത് ചിലപ്പോൾ കട്ടായപ്പോൾ സ്വാഭാവികമായിട്ടും തീർന്നു എന്ന് വിചാരിച്ച് ആളുകൾ മടങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് 2, 3, 4 സംഭവങ്ങൾ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കാരണം അങ്ങനെയാണ് തോന്നുന്നത്. എന്തായാലും മനോജേട്ടൻ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇത് നമ്മുടെ ഓമല്ലൂരിലെ പരിപാടിയാണ് മനോജേട്ട. മനോജേട്ടൻ മിക്ക ലൈവിലും ആവശ്യം പോലെ വരുന്നുണ്ട്. പുതുപ്പള്ളി കേശവനെ നമ്മൾ പൊളിച്ചടുക്കി പറഞ്ഞിട്ടുണ്ട്. പൊളിച്ചടിക്കെന്ന് ഞാൻ പറയുന്നു, കേട്ടവരെങ്ങനെയാ പറയണേന്ന് എനിക്ക് അറിയത്തില്ല. എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ സുരേഷ് അനേടിയിൽ നിന്നും വന്നിട്ടുണ്ട്. വളരെ സന്തോഷം. ഈ ഓമല്ലൂര് കുറിച്ച് പറയുമ്പോൾ അവിടെ ഒരു ഗജസംരക്ഷണ സമിതി തന്നെയുണ്ട്. ചുറുചുറുക്കുള്ള യുവാക്കൾ, യുവത്വത്തിന്റെ അംഗചേകവരായി. അതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു നേതൃത്വത്തിന്റെ പിന്നിൽ അണിചേരുന്ന യുവത്വങ്ങൾ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം അത് കണ്ടറിയണം. ആ ഉണ്ണിയേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം നൽകുന്ന ഒരു നേതൃത്വം, ആ നേതൃത്വത്തിന് കീഴിൽ എന്തിനും ചേരുന്ന ഒരു ചേകവന്മാർ അണിനിരക്കുന്ന, നമ്മളെ 2 വർഷം നേരിട്ട് കണ്ട് അനുഭവിച്ചത് കൊണ്ടാണ് പറയുന്നത്, വെറുതെ പറയുകയല്ല. തീർച്ചയായിട്ടും നല്ലൊരു വിശ്വാസികളും വിശ്വാസ സങ്കല്പങ്ങളും നിറയുന്ന വ്യക്തിത്വങ്ങൾ നിറയുന്ന ആ മണ്ണാണ് ഓമല്ലൂരിലെ മണ്ണ്. ഈ ഒരു ഭക്തി സാന്ദ്രമാകുന്ന പേജിൽ ഇങ്ങനെയുള്ളൊരു ആവേശമൊക്കെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ചിലവർക്ക് ചില ഇതിലുള്ള ഇച്ചിരി എന്താ പറയാ, ചില വ്യക്തികൾക്ക് ചിലപ്പോൾ അത് സ്വീകരിക്കപ്പെടണം എന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഭഗവാന്റെ ചിട്ടയാണ് അവിടെ. എന്നും ആറാട്ടം നടക്കുന്ന ഒരു അമ്പലമാണ്. അത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എന്റെ അറിവിലില്ല. എന്നും ആറാട്ട്. 8 കരക്കാരുടെ അമ്പലം, 8 ദേശക്കാരുടെ അമ്പലം, ദേശനാഥനായി വാഴുന്ന 8 ദേശക്കാരുടെ അമ്പലത്തിൽ 9 ആറാട്ട്. ഇന്ന് 8ാം ഉത്സവം നടക്കുന്ന ദിവസം. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള അമ്പലത്തിൽ ഇതാ ശരൺ അയ്യപ്പൻ വന്നു ചേരുകയാണ്. വാനോളം നിറയുന്ന ആവേശം വാശിയുള്ള തേരിൽ ചേർത്ത് കെട്ടി പൂരത്തിന് പ്രമാണം വഹിക്കാൻ കടന്നുവരും ആ യുവരാജാവ്. വീരന്മാർ വണങ്ങി നിൽക്കുന്ന വള്ളുവനാട്ടിൽ പേരെടുത്ത ഗജവീരന്മാർ എഴുന്നള്ളി നിന്ന ചിറങ്കറിയുടെ മണ്ണിൽ തെക്കൻ പടക്കളത്തിൽ തിളക്കമുള്ള കാലം ചരിത്രങ്ങൾ കുറിക്കാൻ നിലവിന്റെ വജ്രായുധം എടുത്തവൻ കടന്നുവരും. പെരുമ്പാവൂരും കടന്ന് പരിയനാമ്പറ്റ ഭഗവതി നേർതുണയായി നിൽക്കും മംഗലാം കുന്നിലേക്ക് എഴുന്നള്ളിയെത്തിയവൻ സാക്ഷാൽ മംഗലാം കുന്ന് ശരൺ അയ്യപ്പൻ. ഞാൻ നേരത്തെ നിർത്തിയതാണ്, കാരണം മനോജേട്ടൻ ഇങ്ങനെ നിൽക്കുമ്പോൾ പുതുപ്പള്ളി കേശവനെ കുറിച്ച് ഒന്നും കൂടി പറയണമെന്ന് എന്റെ മനസ്സ് വീണ്ടും വീണ്ടും പറയുന്നത് കൊണ്ടാണ്. പുതുപ്പള്ളി കേശവനെ കുറിച്ച് പറയണം എന്ന് വളരെ സ്നേഹത്തോടു കൂടി എന്റെ മനസ്സ് പറയുന്നു. എടാ ഒന്നുകൂടി പറ, മനോജേട്ടൻ നോക്കി നിൽക്കുകയാണ്, പുതുപ്പള്ളി കേശവനെ കുറിച്ച് പറ, ഇച്ചിരി വീറും വാശിയൊക്കെ കൊടുത്ത് നല്ലൊരു ഡയലോഗ് അങ്ങ് പറ, അങ്ങ് റെഡിയാവട്ടെ എന്ന് മനോജേട്ടൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എന്തായാലും പറയാം. ഒന്നുമല്ലെന്ന് പറഞ്ഞവർ നെഞ്ചിലേറ്റിയ ആൺപിറപ്പ്, ആരവങ്ങളും ആവേശങ്ങളും ഇല്ലാതെ വന്ന് ആകാശം കീഴടക്കിയവൻ, കളിയാക്കിയവരും തള്ളിപ്പറഞ്ഞവരും കുഞ്ഞനെന്ന് വിളിച്ചവരും കണ്ടു പേടിച്ചു പോയ നിലവിന്റെ കുന്തമുന ചീകി മിനുക്കി എയ്യാൻ പഠിച്ച പോരാളി, അടവുകളും ചിട്ടകളും ചിട്ടവട്ടങ്ങളും പഠിപ്പിച്ച് രാഗി മിനുക്കി ചീകി മിനുക്കി ഊതി കാച്ചി പെരുക്കിയെടുത്ത് കുന്നംതാനം മനോജാണായ ആണുങ്ങളിൽ ചേർത്തവൻ കേശവൻ വരികയാണ്. മുട്ടിടിക്കാൻ വന്നവരെ 3 അടി മുന്നോട്ട് കയറി നിന്ന് വിളിച്ചവൻ കേശവൻ വരികയാണ്. തലതെല്ലും കുലുങ്ങാതെ തലപ്പൊക്കം കൊണ്ട് തൻ പ്രമാണിത്തം തീർത്ത തന്റേടി 10 ആന പട നയിച്ചു വന്നാലും 10 നിമിഷം കൊണ്ട് പാടെ മടക്കുന്ന പോരാളി, 3 ലോകവും മുന്നിൽ നയിച്ച ഭീമന്റെ ശൗര്യവുമായി വരികയാണവൻ വരികയാണ്. ശക്തന്റെ മണ്ണും വള്ളുവ നാടും കടന്ന് പട്ടങ്ങൾ ചൂടിയവൻ, അഴകിലുത്രാളിയിൽ എഴുന്നള്ളിയവൻ, അടിവച്ചരുവായി അളന്നെടുത്തവൻ, ചനകത്തുറുതിച്ച ചന്താരകം. അതെ, ഒന്നുമില്ലാത്തവനെ ഒന്നൊന്നരയാക്കി കുന്നന്താനം മനോജൂതി കാച്ചി ഉരുക്കി മിനുക്കിയെടുത്ത കേശവൻ, വരാംഗ വിശ്വപ്രജാപതി പുതുപ്പള്ളി കേശവൻ.
ഒന്നുകൂടി പുതുപ്പള്ളി കേശവൻ നമുക്ക് മുന്നിൽ അവതരിച്ചിരിക്കുകയാണ്. നമുക്ക് ഇനി പറയുവാനുള്ളത് ചേർപ്പുളശ്ശേരി അനന്തപത്മനാഭനാണ്. ചേർപ്പുളശ്ശേരി അനന്തപത്മനാഭനും കൂടി കഴിഞ്ഞ് ഏകദേശം ആ ഒരു ഇതിലേക്ക് ആളുകൾ തീർന്നു പോയി എന്ന് കരുതി എന്ന് വിചാരിക്കണം. ആളുകൾ നല്ല ഒരു ആവേശമുണ്ടായ ഒരു സമയമായിരുന്നു. അങ്ങ് നിർത്തിയാൽ മതിയായിരുന്നു, തുടരേണ്ട കാര്യമില്ലായിരുന്നു. എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിൽ. അതില് ഏറ്റവും പ്രാധാന്യം വഹിച്ചുകൊണ്ട് ഇതിന് സ്നേഹത്തോടു കൂടി ക്ഷണിച്ച എന്താ പറയാ ഗജസംരക്ഷണ സമിതി ഓമല്ലൂർ, അവരുടെ മുഴുവൻ പ്രവർത്തകർക്കും ഒപ്പം ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയ്ക്കും എന്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരുകയാണ്. തിരുവൈക്കത്തപ്പന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിൽ. നാളെ അതേപോലെ പെൺകുട്ടികൾ മാത്രം അഡ്മിൻ പാനലിലായിട്ട് ഇരിക്കുന്ന അഡ്മിൻസ് കരിമഷി കണ്ണിലെ കരിവീരന്മാർ എന്ന് പറയുന്ന കൂട്ടായ്മയിൽ രാത്രി 8 മണിക്ക് നമ്മുടെ ലൈവ് ഉണ്ട്. തീർച്ചയായിട്ടും അതിന്റെ സ്റ്റാറ്റസ്, അതാത് ദിവസത്തെ സ്റ്റാറ്റസ് നമ്മുടെ വാട്സാപ്പ് സ്റ്റാറ്റസിലും ലിങ്ക് സ്റ്റാറ്റസിലും ഇൻസ്റ്റഗ്രാമിലും എല്ലാം ഇടുന്നതായിരിക്കും. എല്ലാവരും അതിലൂടെ കയറി ഇനിയും അറിയേണ്ട കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗജ വർണ്ണനകൾ ചോദിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. മുഴുവൻ നമുക്ക് പറയാൻ സാധിച്ചില്ല. ചേർപ്പുളശ്ശേരി അനന്തപത്മനാഭൻ. ഒന്നും മറക്കാൻ ഇല്ലാത്ത കാലത്തെ എല്ലാമായി തന്റെ കാലടി ചുവട്ടിൽ അടക്കി ഭരിച്ച പാലക്കാടൻ വല്യാന മാതംഗമാണിക്യം ഗജരാജകേസരി ചേർപ്പുളശ്ശേരി അനന്തപത്മനാഭൻ സീമന്ത ചക്രവാള രേഖകളും ഭേദിച്ച് ആഠ്യത്യം കുറിക്കുന്ന അതിർവരമ്പുകളും ലംഘിച്ച് ആഗതനാകുന്നു അവൻ. തായങ്കാവ് മണികണ്ഠൻ കടന്നുപോയ പുത്തൻകുളത്ത് പുതിയ താരമായി അരങ്ങുവാണവൻ. പേരുകേട്ട ചട്ടക്കാരുടെ പെരുമയ്ക്ക് കാരണം കുറിച്ചവൻ. മണ്ണാർക്കാട് രാജേട്ടനും കടുക്കൻ രാജേഷും രാജീവേട്ടനും കൊണ്ടു നടന്ന കൊടുമുടിയീത കടന്നു വരികയായി. വള്ളുവനാടൻ വല്യാന ശബരി ഗ്രൂപ്പിന്റെ വീരപുത്രൻ സാക്ഷാൽ മാതംഗ തേജസ് ഗജരാജ കൊടുമുടി ചേർപ്പുളശ്ശേരി അനന്തപത്മനാഭൻ. അപ്പോ ചേർപ്പുളശ്ശേരി അനന്തപത്മനാഭൻ നമുക്ക് മുന്നിൽ അവതരിച്ചിരിക്കുകയാണ്. അതേപോലെ ഇനി എന്താണ് പറയേണ്ടത്? നമുക്ക് ഓമല്ലൂർ മണികണ്ഠനെ കുറിച്ച് അവതരിപ്പിച്ചുകൊണ്ട് ഈ ഒരു സംരംഭം ഇവിടെ രക്തകണ്ഠ സ്വാമിയുടെ പാതാരബിന്ദങ്ങൾ സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിനീതമായ കൂപ്പുകൈ. ശൈലേഷ് വൈക്കമാണ്. നമുക്ക് ഒരു നല്ലൊരു ടീം ഭഗവാൻ അറിഞ്ഞ് നൽകിയിട്ടുണ്ട്. ഈ അക്ഷരങ്ങളെ നമുക്ക് മുന്നിൽ എത്തിക്കുന്ന ഗജവർണ്ണനകളുമായിട്ട് നമുക്ക് മുന്നിൽ എത്തിക്കുന്നത് നമ്മുടെ എല്ലായിടത്തും നമ്മൾ പറയുന്നതാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അക്ഷരലോകത്തെ ആനക്കമ്പക്കാരൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. സാക്ഷാൽ നമ്മുടെ അഖിൽ ഷാജി 50. അതേപോലെ നമ്മുടെ വീഡിയോസ്, അതേപോലെ നമ്മുടെ ലൈവ് പ്രോഗ്രാമിൽ ഇടയ്ക്കുള്ള മ്യൂസിക്, ബീജിയംസ് ഇതെല്ലാം ഇട്ട് നമ്മോടൊപ്പം നിൽക്കുന്നത് നമ്മുടെ കണ്ണൻ ശ്രീകുമാർ പരിമണമാണ്. അതേപോലെ മിക്സിങ്, വീഡിയോ ഇതെല്ലാമായിട്ട് ജീവൻ രാജ് പേരൂരുണ്ട്. അതേപോലെ കരിയഴകിന്റെ കാണാക്കാഴ്ചകൾ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് വരേണ്ടതുണ്ട്. ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞാൽ ഉടൻ നമ്മൾ കരിയഴകിന്റെ കാണാക്കാഴ്ചകൾ എന്ന യൂട്യൂബ് ചാനൽ എപ്പിസോഡ് റീസ്റ്റാർട്ട് ചെയ്യും. സീസൺ ആയതുകൊണ്ട്, തിരക്കായതുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള സമയമുണ്ടായില്ല. എന്തായാലും ഇനി അതിലേക്കാണ് കടക്കുന്നത്. അതിന്റെ കാര്യങ്ങൾ ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ വീഡിയോഗ്രാഫിക്കായിട്ട് ജയേഷ് ചങ്ങലകിലുക്കമാണ്. അങ്ങനെ ഒരു നല്ലൊരു ടീം വർക്ക് ഇതിന്റെ പിന്നിലുണ്ട്. അതിൽ നമ്മൾ ശബ്ദം കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും തെറ്റുകുറ്റങ്ങൾ അറിഞ്ഞോ അറിയാതെയോ വന്നു ചേരാം. എളിയവനാണ്, സാധാരണക്കാരനാണ്. നമ്മളെല്ലാം ഒരു കൂട്ടായ്മയിൽ പെടുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും ഒരുപാട് തെറ്റുകൾ എന്നിൽ നിന്ന് വന്നിട്ടുണ്ടാകും. ക്ഷമിക്കണം. നല്ല കാര്യങ്ങളെല്ലാം ഭഗവാന്റെ പാതാരബിന്ദങ്ങൾ സമർപ്പിക്കുകയാണ്. തെറ്റുകുറ്റങ്ങളെ പൊറുക്കണമെന്ന് വിനീതമായി പ്രാർത്ഥിക്കുകയാണ്. ഇനിയും ഈ പ്രോത്സാഹനങ്ങളും ഈ ഒരു സപ്പോർട്ടും കൂടെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഓരോ ആനപ്രേമികളുടെയും ഓരോ ആനപ്രേമി സംഘടനകളുടെയും ഈ ഒരു ആവേശവും ആരവങ്ങളുമാണ് നമുക്ക് പൂരപ്പറമ്പിൽ നിൽക്കുന്ന ആവേശം നൽകുന്നത്. ഈ ഒരു മുറിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറയാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് ഈ കണ്ടിരിക്കുന്ന ഓരോ ആനപ്രേമികളുടെയും സപ്പോർട്ടാണ്, ഈ ഒരു ഉത്തേജനമാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് കൂടെ ഉണ്ടാവണം. തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അത് തെറ്റാണ്, അതിങ്ങനെ ആക്കിക്കൂടെ എന്ന് ചോദിക്കണം. തീർച്ചയായിട്ടും എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് ഓമല്ലൂർ മണികണ്ഠനെ ഒന്ന് വർണ്ണിച്ചുകൊണ്ട് ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ ഇത് സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവിധ നന്ദിയും എല്ലാവിധ സ്നേഹവും സന്തോഷവും ഒരിക്കൽ കൂടി അറിയിച്ചുകൊള്ളുന്നു.
1000 സൂര്യന്മാരുടെ പ്രഭ പോൽ ഒരുമ മാറ്റുകൂട്ടുന്ന ശ്രീ രക്തകണ്ഠ സ്വാമിയുടെ മണ്ണിൽ ഓടിക്കളിച്ചു വളരുന്ന ഒരു പൊന്നോമനയുണ്ട് കേട്ടോ. നെഞ്ചിൽ നിറഞ്ഞ കമ്പവും ചങ്കിൽ തുടിക്കും വികാരവും ആനയെന്ന മഹാമേരുവിന് മുന്നിൽ സമർപ്പിച്ച് ഗജ സംരക്ഷണത്തിനായി കച്ച കെട്ടി ഇറങ്ങിയ ചേകവന്മാർ നയിക്കുന്ന ഗജ സംരക്ഷണ സമിതി ഓമല്ലൂർ നടത്തപ്പെടുകയായി. ഗോളക സമർപ്പണവും ആനയൂട്ടും. ഇങ്ങനൊരു ചടങ്ങ് ഈ മണ്ണിൽ നടന്നാൽ, ആ ചടങ്ങിന് ഉദിക്കുന്ന സൂര്യനാകാൻ പോന്ന ഒന്നാം തരം ആനച്ചന്തം ഇവിടെയുണ്ട് കൂട്ടരെ. തള്ളി പറഞ്ഞവർക്ക് മുന്നിൽ തലപ്പൊക്കമോടെ ചെന്ന് തന്റെ ഇടമെന്തെന്ന് കാട്ടിക്കൊടുത്താൻ പിറപ്പാണവൻ. ഒഴിവാക്കി വിട്ടവർ ഒടുവിൽ ഒരു നോക്ക് കാണാൻ കൊതിച്ചൊരാനച്ചന്തമാണവൻ. ഒരുപാട് പേരുടെ മാനസത്തിൽ ഒരു വാക്കുകൊണ്ട് ആനക്കമ്പം പകർന്നവനാണ് ഞങ്ങളുടെ മണിയൻ മണികണ്ഠൻ, ഓമല്ലൂർ മണികണ്ഠൻ. ദാ വരികയാണ് അവന്റെ മണ്ണിൽ, അവന്റെ ദേവന്റെ മുന്നിൽ ഇതവന്റെ തേരോട്ടം കടന്നു വരുന്നു. ഓമല്ലൂരിന്റെ മാനസപുത്രനാം മണിയൻ ഗജരത്നം ഓമല്ലൂർ മണികണ്ഠൻ. കൈപ്പുനീര് സമ്മാനിച്ച കാലത്തോട് പടവെട്ടി കാലഘട്ടങ്ങളെ തന്റെ കാൽ കീഴിൽ ഒതുക്കിയവൻ. ആരുമില്ലാത്ത കാലത്ത് അഭയം കൊടുത്ത് ഓമല്ലൂരിന്റെ മണ്ണിന് അഭിമാനമായി മാറിയവൻ. ഓമല്ലൂരപ്പന്റെ കൊമ്പനാന, സാക്ഷാൽ രക്തകണ്ഠപ്രിയൻ ഗജരത്നം ഓമല്ലൂർ മണികണ്ഠൻ. വാക്കുകൾ കൊണ്ട് നോവിച്ചവരോട് പോലും വരവ് കൊണ്ട് മറുപടി കൊടുത്തവൻ. വേണ്ടെന്ന് പറഞ്ഞ് വാതിലടച്ചവരെല്ലാം തേടിയെത്തിയ ചരിത്രമുള്ളവൻ. അകറ്റി നിർത്താൻ നിശ്ചയിച്ചവരുടെ മുന്നിൽ നിവർന്നു നിന്ന് കാണിച്ചു കൊടുത്തവൻ. വടക്കൻ ബീഹാറിന്റെ വിരിമാറും കടന്ന് ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ പാതാരബിന്ദങ്ങളിൽ അഭയം പ്രാപിച്ചവൻ. എങ്കിലും ഒരു നിയോഗം പോലെയും നാടിന്റെ നിയോഗമാകുവാൻ പല നാടും കടന്ന് പല കടമ്പകളും കടന്ന് വന്നെത്തിച്ചേർന്നവൻ സാക്ഷാൽ ഓമല്ലൂർ മണികണ്ഠൻ, ഓമല്ലൂർ രക്തകണ്ഠ സ്വാമിയുടെ പൊന്നോമന. ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം എല്ലാവരോടും പറയുകയാണ്. നാളെ 8 മണിക്ക് അഡ്മിൻസ് കരിമശി കണ്ണിലെ കരിവീരന്മാർ പെൺകുട്ടികൾ ചേരുന്ന ഒരു അഡ്മിൻ പാനൽ നയിക്കുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ രാത്രി 8 മണിക്ക് ലൈവ് ഉണ്ട്. തീർച്ചയായിട്ടും അതിന്റെ ലിങ്ക് സ്റ്റാറ്റസ് ആയിട്ടും മെസ്സേജ് ആയിട്ടും എല്ലാം വരുന്നതാണ്. ഏവരും അവിടേക്ക് വരിക, കൂടെ നിൽക്കുക, ആവശ്യമാകുന്നതെല്ലാം പരസ്പരം സംസാരിക്കുക. തീർച്ചയായിട്ടും വിടവാങ്ങുകയാണ്. സ്നേഹപൂർവ്വം ശൈലേഷ് വൈക്കം.